പാഠം 777. 7 വെറും ഒരു സംഖ്യയല്ല. ചായ. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ വില്ലേ ഓഫീസർ. രാവിലെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കില്ല. എന്റെ ഈശ്വര, ഇനി ആ മീൻ കറി വെച്ചിട്ടാണ് ഉച്ചയോണ് കൊണ്ടുപോകാൻ. അടുക്കളയിലാണെങ്കിൽ ഒരു പണിയും തീർന്നിട്ടുമില്ല. അവിടെ കുത്തിരുന്ന് പത്രം വായിക്കുന്ന നേരത്ത് ഇവിടെ ഒന്നൊന്ന് ചായ എടുത്തോണ്ട് പൊക്കൂടെ. അതെങ്ങനെയാണ്? ഒടുക്കത്തെ പത്രം വായനയല്ലേ. ഇനി ചായ കിട്ടാഞ്ഞിട്ട് വേണ്ടേ. ചായ. മണി 7 ആഫീസിൽ പോകാനുള്ള ഭാവമൊന്നും ഇല്ലേ? ഞാൻ എല്ലാ ദിവസവും രാവിലെ 9:38 ഓഫീസിലേക്ക് പോകുന്നത്. 7 മണിക്കല്ല. ആഫീസിൽ പോകുന്ന 9:38 പക്ഷെ അതിനു മുന്നേ കുറെ കാര്യങ്ങളുണ്ടല്ലോ. കുളിക്കണം, ഡ്രസ്സ് മാറണം, ഭക്ഷണം കഴിക്കണം. ഓഹ്, അതിനെല്ലാം സമയം വേണ്ടേ? കഴിഞ്ഞ 7 വർഷമായി വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതുവരെ വൈകി ഓഫീസിൽ പോയ ചരിത്രം ഇല്ല. ഇക്കഴിഞ്ഞ 7 വർഷവും കൃത്യസമയത്ത് ഓഫീസിൽ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും കൃത്യം 9:38 പോകും. ഓ, എന്ത് നല്ലത് പറഞ്ഞാലും സമ്മതിച്ചു തരികയെ ചെയ്യരുത്. തർക്കിച്ചുകൊണ്ടിരിക്കും. രാവിലെ 6 മണിയായപ്പോ കിട്ടിയ പത്രമാണ്. അപ്പ തുടങ്ങിയ പത്രവായനയാ. ഇതിന് മാത്രം വായിച്ചുകൊണ്ടിരിക്കാൻ ഈ പത്രത്തിൽ എന്തിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. പത്രം വായിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ട് നിനക്ക് അങ്ങനെ പലതും തോന്നും. ഇന്ത്യൻ ശിക്ഷാ നിയമം മാത്രം വായിച്ചിട്ടുള്ള നിനക്ക് പത്രവായനയുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാവില്ല. അറിവും വിവരവും ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലല്ലേ പത്രം വായിക്കാൻ തോന്നും. മോഹനേട്ടൻ ഈ പറച്ചു കേട്ടിട്ടുണ്ട് തോന്നുക. അറിവ് എന്നുള്ള സാധനം പത്രത്തിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണെന്നാണ്. എന്താ സംശയം? ഹമേ, മനുഷ്യന് വിവരമുണ്ടാകുന്നത് വിവരമുള്ളവരുമായി ഇടപഴകിയും വായിച്ചുമാണ്. എന്തു വായിച്ചാലും അത് അറിവാണ്. എന്നെപ്പോലെ നല്ല ലോകവിവരമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് പത്രം വായിച്ചില്ലെങ്കിലും നിനക്ക് കുറച്ച് വിവരം ഉണ്ടായത്. ഇനി പത്രം വായിക്കുകയും കൂടെ ചെയ്താൽ കുറച്ചുകൂടി വിവരം ഉണ്ടാവും. ഓ, എനിക്ക് അത്യാവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്റെ ആവശ്യത്തിന് ഞാൻ പത്രം വായിക്കാറുമുണ്ട്. അല്ലാതെ മോഹനേട്ടനെ പോലെ മുൻപേജ് മുതൽ ചരമക്കോണം വരെ വായിച്ച് കാണാതെ പഠിക്കാനുള്ള നേരവേ എനിക്കില്ല. നീ പറഞ്ഞത് ഒഴിവ് കഴിവ്. ഹമേ, ഒരു വലിയ വക്കീലായതുകൊണ്ട് ആരും തന്നെ ബഹുമാനിക്കില്ല. അറിവുള്ളവരെ മറ്റുള്ളവർ അംഗീകരിക്കും. നമ്മുടെ നാട്ടിൽ എത്രയോ വില്ലേജ് ഓഫീസർമാരുണ്ട്. അവരോടൊക്കെ ഉള്ളതിനേക്കാൾ ബഹുമാനം നാട്ടുകാർക്ക് ആരോടുണ്ട്? എന്നോടുണ്ട്. എന്തുകൊണ്ടാ? എനിക്ക് ഭയങ്കരമായ ലോകവിവരമുള്ളതുകൊണ്ട് എന്ത് വിഷയത്തിൽ സംശയമുണ്ടായാലും ആളുകൾ മുഴുവൻ എന്നോടാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇത്രയും വിവരം ഉണ്ടായിട്ട് മോഹനേട്ടൻ ഇങ്ങനെ ഒരു സാധാ വില്ലേജ് ഓഫീസറായി ജീവിതം നശിപ്പിച്ചോണ്ടിരിക്കുക. മോഹനേട്ടാ, ഈ ജോലിയെല്ലാം കളഞ്ഞ് നാട്ടുകാർക്ക് വിവരം പറഞ്ഞു കൊടുക്കാനായി ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചാലോ? ഗൗരവമുള്ളൊരു വിഷയം പറയുമ്പോ പരിഹസിക്കുക എന്നുള്ളത് നിന്റെ സ്ഥിരം പരിപാടിയാ. പക്ഷേ ഭാമേ, അതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ്. മോനേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താണ് ശശാങ്ക രാവിലെ? ആ സൊസൈറ്റിയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ വാങ്ങിയ 10 സെന്റിലെ ഒരു വീട് വെക്കാൻ ആലോചനയുണ്ട്. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കണം. അതിന് നടപടിയൊന്നും എനിക്കറിയില്ല സാർ. സാറിനോട് ചോദിച്ചാ എല്ലാം അറിയാലോ എന്ന് വിചാരിച്ചിട്ടാ. കേട്ടോ, ശശാങ്ക വന്നത് കൃത്യസമയത്താണ്. ചില കാര്യങ്ങൾ ചിലരോട് പറഞ്ഞാൽ മനസ്സിലാകും. അവർക്ക് കണ്ടറിയണം. കാണിച്ചു കൊടുക്കാം. ശശാങ്കൻ പുതുതായിട്ട് വാങ്ങിയ ഭൂമിയുടെ ആധാരം വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് പോക്കുവരവ് ചെയ്തായിരുന്നോ? ഓ സർ. കരം തീർത്തോ? ഓ സർ. ആധാരത്തിന്റെ അസലും ഒരു പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും കരം തീർത്ത രസീതുമായി
വില്ലേജ് ഓഫീസിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തന്നു കഴിയുമ്പോൾ അതും കരം തീർത്ത രസീതിന്റെ പകർപ്പും പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പ്ലാനും ശശാങ്കന്റെ ഭൂമിയുടെ സ്കെച്ചുമായി പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ കെട്ടിട നിർമ്മാണത്തിലുള്ള പെർമിറ്റ് കിട്ടും. പഠിക്കോ? ആ പെർമിറ്റും ആധാരത്തിന്റെ അസലും കരം തീർത്ത രസീതും കൈവശ അവകാശ സർട്ടിഫിക്കറ്റുമായി ബാങ്കിൽ ചെന്നാൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ലോൺ കിട്ടും. മനസ്സിലായോ? ഓ സർ. ആ, സാറിനെ വന്ന് കണ്ടാൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ? അല്ല, സാറിനെ വന്ന് കണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുമെന്ന് അറിയാമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങ് വന്നത്. വലിയ ഉപകാരം സാർ. വലിയ ഉപകാരം. ഞാനാണോ എന്ന് പറയേണ്ടത്? ശരി. ഭാമേ, ആ പോകുന്ന ശശാങ്കന് എന്നോടുള്ള ബഹുമാനം എന്താണെന്ന് നീ കണ്ടല്ലോ. അറിവും വിവരവുമുള്ളവരെ നാട്ടുകാർ ഇങ്ങനെയാണ് ബഹുമാനിക്കുന്നത്. മറിച്ച് നിന്നെ പോലുള്ള വിവരദോഷികളെ ആൾക്കാർ വകവയ്ക്കുമല്ലോ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ആവശ്യമുള്ള വിവരം എനിക്കുണ്ട്. എനിക്കത് മതി. ആ ശശാങ്കം വന്ന് ഏതായാലും നന്നായി. ഹലോ. ആ വിദ്യ, ഇതെന്താ രാവിലെ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഓവോ, എന്റെ ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശോ, ഇതിനെയാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കേണ്ടത്. എന്തായാലും നല്ലൊരു ചെലവേണമെന്ന് സത്യവാളിന്റെ അടുത്ത് പറഞ്ഞേക്ക്. ശരി ശരി. ആ, അങ്ങനെ സത്യവാളിനൊരു കേസ് വാദിച്ചങ്ങനെ ജയിച്ചു. സദാനന്ദ സാറിന് ജൂനിയർ ആയിട്ട് വന്നിട്ട് കൊല്ലം 4ആയി. ഇതിനിടയിൽ ഒരു 15 കേസെങ്കിലും സത്യപാലൻ നോക്കിയിട്ടുണ്ട്. എല്ലാം തോറ്റു. ഇനി മേലാൽ സത്യപാലന് ഒരു കേസ് ഏൽപ്പിക്കലാന്ന് സദാനന്ദ സാറ് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒറ്റയ്ക്ക് സംഘടിപ്പിച്ചൊരു കേസ് തനിയെ വാദിച്ചങ്ങ് ജയിച്ചത്. എന്തായാലും ഭയങ്കര സംഭവം തന്നെ. അതവിടെ നിൽക്കട്ടെ. നീ വിദ്യാലക്ഷ്മിയോട് ഫോണിൽ പറയുന്നത് കേട്ടു, ഇതാണ് 8ാമത്തെ അത്ഭുതമെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 7 അത്ഭുതങ്ങൾ ഏതൊക്കെയാണ്? എനിക്കറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. 8ാമത്തെ അത്ഭുതം ഇതാണെന്ന് നീ പറഞ്ഞപ്പോ ബാക്കി 7 ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിലോ? അതറിയില്ലെന്ന് പറയും. അതാണോ ഭാമ അതിന്റെ ശരി? നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകരുത്. നമ്മുടെ നാട്ടിലുള്ള സകലരും 7 അത്ഭുതം 7 അത്ഭുതം എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് ആ 7 അത്ഭുതങ്ങൾ എന്നറിയണ്ടേ? ആദ്യകാലത്ത് ലോകത്തിലെ 7 അത്ഭുതങ്ങളായി കണക്കൂട്ടിയിരുന്നത്: 1. ജീസായിലെ പിരമിഡ്. 2. ബാബിലോണിലെ തൂങ്ങുന്ന പൂന്തോട്ടം. 3. ഒളിമ്പിയായിലെ സിയൂസിന്റെ പ്രതിമ. 4. എഫേസുസിലെ ആർട്ടമസിന്റെ ക്ഷേത്രം. 5. ഹാലികാർനാസസിലെ മൗസോലിയം. 6. റോഡ്സിലെ കൊളോസിയം. 7. അലക്സാണ്ട്രിയയിലെ വിളക്കുമരം. ഇത്രയുമാണ്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ആധുനികമായ അത്ഭുതങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. അങ്ങനെ പുതിയ 7 അത്ഭുതങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. 1. ജോർദാനിലെ പെട്രോ. 2. മെക്സിക്കോയിലെ ചിച്ചൻ ഇക്സ. 3. റോമിലെ കൊളോസിയം. 4. ബ്രസീലിലെ രക്ഷകനായ ക്രിസ്തുവിന്റെ പ്രതിമ. 5. പെറുവിലെ മാച്ചുപിച്ചു നഗരം. 6. ചൈനയിലെ വൻമതിൽ. 7. ഇന്ത്യയിലെ താജ്മഹൽ. മനസ്സിലായോ? ഇതെല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുകയാണോ മോനട്ടൻ? 7 പഴയ അത്ഭുതം, 7 പുതിയ അത്ഭുതം. മോനട്ടൻ എന്തായാലും സമ്മതിക്കണം കേട്ടോ. ഈരേട് 14 ലോകം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 14 ലോകത്തിലും പക്ഷെ മോഹനേട്ടനെ പോലെ വേറൊരാളുണ്ടാവില്ല.
ഈരേഴ് 14 ലോകം എന്ന് നീ പറയുന്നത് കേട്ടല്ലോ, അതാര് പറഞ്ഞതാ? എന്തോ അത് ശരിയല്ലേ? ഞാനത് ഏതൊരു പദ്ധതി വായിച്ചിട്ടുണ്ട്, 7 ലോകം. നീ പറഞ്ഞത് ശരിയാണ്. 7 ഉപരിലോകങ്ങളും 7 അധോലോകങ്ങളും ചേർന്നതാണ് ആകെ 14 ലോകങ്ങൾ. ഏതൊക്കെയാണ് ആ ലോകങ്ങൾ? എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കരുത് എന്ന് കുറച്ചു മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞതാ. ഒരു കാര്യം പറയുമ്പോ തിരിച്ച് ഒരു ചോദ്യം ഉണ്ടായേക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ വിഷയം നമ്മൾ എടുത്തിടാവൂ. അതൊക്കെ നടക്കണ കാര്യമാണ് മോനട്ടാ. 7 ലോകങ്ങളെന്ന ചെറിയ പ്രായത്തിൽ നമ്മൾ കേൾക്കുന്നല്ലേ, അതൊക്കെ ഒരു രസത്തിന് നമ്മൾ കേട്ടുവെക്കും. അല്ലാതെ ഏതൊക്കെയാണ് ആ ലോകങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റും. ഭൂമി മുതൽ മുകളിലേക്കുള്ള 7 ലോകങ്ങൾ ഉപരിലോകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 1 ഭൂലോകം, 2 ഭൂവലോകം, 3 സ്വർലോകം, 4 മഹാലോകം, 5 ജനലോകം, 6 തപലോകം, 7 സത്യലോകം. ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരത്തിലാണ് സത്യലോകം. ഇനി അധോലോകം, അതും 7 എണ്ണമാണ്. 1 ആതാളം, 2 വിതാളം, 3 സുതാളം, 4 തൽത്താളം, 5 മഹാതാളം, 6 രസതാളം, 7 പാതാളം. ലോകങ്ങളിൽ വെച്ച് ഏറ്റവും താഴെയാണ് പാതാളം. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ മനുഷ്യന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഈ സൈസ് കാര്യങ്ങൾ കൊണ്ട് ഈ തലച്ചോറ് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുകയാണല്ലേ. മനുഷ്യന് ഉപകാരമില്ലാത്തതാണെന്ന് ആര് പറഞ്ഞു? എല്ലാ അറിവുകളും മനുഷ്യന് ഉപകാരം ചെയ്യുന്നവയാണ്. നിങ്ങളൊക്കെ എപ്പോഴും 7 7 7 എന്ന് പറയുന്നതല്ലാതെ 7 എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7 പഴയ അത്ഭുതങ്ങളെ പറ്റിയും 7 പുതിയ അത്ഭുതങ്ങളെ പറ്റിയും ഞാൻ പറഞ്ഞു. 7 ഉപരിലോകങ്ങളെ പറ്റിയും 7 അധോലോകങ്ങളെ പറ്റിയും ഞാൻ പറഞ്ഞു. ഭമേ, 7-ന് ഇനി എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് അറിയാമോ? സാറേ, 7-ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മോനട്ടാ. ഇനിയുള്ള 7 കാര്യങ്ങൾ ആ ഉത്തമനെ പറഞ്ഞു പഠിപ്പിക്കാമെങ്കിൽ അടുക്കളയിൽ എനിക്ക് 7 കൂട്ടം പണികളുണ്ട്. അത് ഞാനങ്ങ് ചെയ്തു തീർത്തോളാം. അറിയാനുള്ള ആഗ്രഹം നിനക്കില്ല എന്ന് മാത്രമല്ല, അറിവുള്ളവരോട് നിനക്ക് പുച്ഛവും. നഷ്ടം. ഉത്തമന് പകർന്നു നൽകാം. അയ്യോ, എന്റെ 7 കൊണ്ടര ശനിയേ. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ആ പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ ആഴ്ചയെങ്കിലും അത് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് അവൻ പറഞ്ഞു. പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓഹോ, 7 എന്ന സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് ഉത്തമൻ അറിയാമോ? 7ന്റെ പ്രത്യേകത എന്താ? 6 1 7 ആണ്, 5 2 7 ആണ്, 4 3 7 ആണ്. അതല്ല ചോദിച്ചത്. 7 എന്ന സംഖ്യക്ക് മനുഷ്യന്റെ ജീവിതത്തിനും സംസ്കാരത്തിനുമുള്ള പ്രാധാന്യം എന്താണ് എന്ന് ഉത്തമൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. ആ നമസ്കാരം. അങ്ങനെയൊക്കെ വക്കീല്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം. 7 വൻകരകളാണുള്ളത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതുപോലെ ലോകത്തിൽ എത്ര സമുദ്രങ്ങളുണ്ട്? 7 സമുദ്രങ്ങൾ. അതേതൊക്കെ അറിയാമോ? ഭാരതപ്പുഴ, ഈ പിന്നെ അല്ലേ, അത് എനിക്ക് അറിഞ്ഞൂടാ സാറേ കൃത്യമായിട്ട്. വടക്കൻ പസഫിക് സമുദ്രം, തെക്കൻ പസഫിക് സമുദ്രം, വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം, തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് 7 സമുദ്രങ്ങൾ. 7-ന് ഇനിയുമുണ്ട് പ്രത്യേകതകൾ. സംഗീതത്തിൽ 7 സ്വരങ്ങളാണുള്ളത്. അതേതൊക്കെയാണ്? അതെനിക്കറിയാം. സരിഗമ പദനിസ. സരിഗമ പദനിസ എണ്ണു. സ രി ഗ മ പ ദ നി സ. അതെട്ടായില്ലേ? സ രി ഗ മ പ ധ
നീ. ഇതാണ് 7 സ്വരങ്ങൾ. നിറങ്ങളും 7ആണ്. അതേതൊക്കെയാണ്? അതിപ്പോ കറുപ്പ്, വെളുപ്പ്, കിളിപ്പച്ച, തവിട്ട്. കറുപ്പും വെളുപ്പും നിറങ്ങളേ അല്ല. നിറങ്ങളല്ലേ? അല്ല. നിറങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ 7 എണ്ണമാണ്. ഈ 7 നിറങ്ങളും ചേരുമ്പോഴാണ് വെള്ളയാകുന്നത്. ഈ 7 നിറങ്ങളും ഇല്ലെങ്കിൽ കറുപ്പായി. എനിക്ക് വയ്യ. ഈ സാറിനെ സമ്മതിക്കണം. ഈ സാറിനെ സമ്മതിക്കണോന്ന്. സാറേ, ഈ സാറിന് അറിഞ്ഞൂടാത്ത ഒരു കാര്യമില്ലല്ലേ? സത്യം പറയല്ലേ സാറേ, സാറ് വലിയ ഓഫീസർ ആവേണ്ട ആളേ അല്ല. കുറഞ്ഞത് കേരള മുഖ്യമന്ത്രിയെങ്കിലും ആവണം. എന്റെ അമ്മോ, ഈ പ്രദേശത്ത് ഇത്രയും മാത്രം എല്ലാ മേഖലകളിലും അറിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ മോഹനൻ സാറിനെ സമ്മതിക്കണല്ലേ വക്കീലേ? പിന്നെ സാറിനെ സമ്മതിച്ചാൽ മാത്രം പോരെന്നാണ് എന്റെ അഭിപ്രായം. സാർ ഒരു സംഭവം തന്നെയല്ലേ. സാറേ, ആ പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ജാതി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസ് പോണം. ഇത് വില്ലേജ് ഓഫീസർ വീടാ, മനസ്സിലായല്ലോ? ചേടാ, രാവിലെ 7 മണിക്ക് എണീറ്റ് 7 കിലോമീറ്റർ വണ്ടി ഓടിച്ച് 7ന്റെ ചരിത്രം കേട്ടത് വെറുതെ ആയി. നമ്മളെ 7-ാം കൂലി. നിക്കവിടെ. നീ ഓടി രക്ഷപ്പെട്ടതാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. ഉത്തമൻ എന്നെ പറ്റി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നീ കേട്ട് കാണുമല്ലോ. എന്തോന്ന്? ഈ പ്രദേശത്ത് എന്റെ അത്രയും ലോകവിവരമുള്ള ഒരൊറ്റ ആള് പോലുമില്ല എന്ന്. ഉത്തമനെ പോലുള്ളവർ അത് തുറന്നു പറയും. പക്ഷേ നിന്നെപ്പോലുള്ള അസൂയാലുക്കൾ അത് പറയില്ല. എനിക്കെന്തിനാണ് മോഹനോട് അസൂയ? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരോട് വിവരമില്ലാത്തവർക്ക് അസൂയ ഉണ്ടാകുമെന്നുള്ളത് ഒരു ലോക നിയമമാണ്. ഇവിടെ എനിക്ക് വിവരമുണ്ട്, നിനക്ക് വിവരമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിനക്ക് എന്നോട് അസൂയ ഉണ്ടാകും. 7 നിറങ്ങൾ പോലെ, 7 സ്വരങ്ങൾ പോലെ, 7 സമുദ്രങ്ങൾ പോലെ വേറൊന്നു കൂടിയുണ്ട്. 7 തിന്മകൾ. അതെന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? അങ്ങനെയുണ്ടോ 7 കാര്യങ്ങൾ? തീർച്ചയായും. ഇതാണ് പുരാണങ്ങൾ വായിക്കാത്തതിന്റെ ദോഷം. 7 തിന്മകൾ. 1 അഹങ്കാരം, 2 അസൂയ, 3 ധൂർത്ത്, 4 അത്യാഗ്രഹം, 5 കാമം, 6 ക്രോധം, 7 അലസത. ഇതിൽ ആദ്യത്തെ 3 എണ്ണം മാത്രം എടുത്ത് നോക്കൂ. അഹങ്കാരം, അസൂയ, ധൂർത്ത്. ഇത് 3 അടങ്ങിയ ഒരാളുണ്ട്, അതാണ് നീ. മോഹനേട്ട പറഞ്ഞത് വളരെ ശരിയാണ്. ഭർത്താവ് ഒരാവശ്യവുമില്ലാത്ത തത്വങ്ങളും ന്യായങ്ങളും ഒക്കെ പറയുമ്പോ അത് എതിർത്തിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരമാണ്. മനുഷ്യന് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഭർത്താവ് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുമ്പോ ഒന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിലോ അതോ അസൂയ. 3 നേരം വായിക്ക് രുചിയായ വല്ലതും കഴിക്കുകയും നല്ല ഉടുപ്പിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ അതോ ധൂർത്ത്. അത് കറക്റ്റാ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നീ മാത്രമേ പറയൂ. ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയോ പേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും. ശരിയാ മോനേട്ടാ. അപ്പൊ മോഹനേട്ടൻ 7 സ്വരങ്ങളും 7 നിറങ്ങളും 7 ലോകങ്ങളും ഒക്കെ ആയിട്ട് 7 7 7 എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കുറ്റിയടിച്ച് നിന്നു. ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാനുള്ള 7 കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്തോട്ടെ. ടാറ്റാ. അയ്യോ, അടിപൊളി. ഉപ്പാന്റെ കാര്യത്തിൽ തീരുമാനമായി. അയ്യോ, ഇതിനത്ര മീനവിടെ? നിനക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ നിനക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കൊരു അവസരം കിട്ടുമ്പോൾ വേറെ എവിടെയെങ്കിലും അത് പ്രയോഗിച്ച് നീ ആളാകും എന്ന് എനിക്കറിയാം. അതവിടെ നിക്കട്ടെ മോനട്ടാ. ഇപ്പോ ഇവിടുത്തെ പ്രശ്നം വേറെയാണ്. എന്താ? അതായത് അടുക്കളയെ മൊത്തം 7 ജോലികൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ മോഹനേട്ടനോട് പറഞ്ഞില്ലായിരുന്നു. ഒന്നാമത്തേത് പാത്രം കഴുകണം, രണ്ടാമത്തേത് മോഹനേട്ടൻ രാവിലെ കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കണം, 3 ഉപ്പുമാവിന്റെ കൂടെ കഴിക്കാനുള്ള കറി ഉണ്ടാക്കണം, 4 മോഹനേട്ടനെ കൊണ്ടുപോകാനുള്ള ചോറുണ്ടാക്കണം, 5 ചോറിന് കൂട്ടാനുള്ള മീൻകറി ഉണ്ടാക്കണം, 6 സാമ്പാർ ഉണ്ടാക്കണം, 7 ചോറ് ചോറ്റുപാത്രത്തിലാക്കി മോഹനേട്ടന് തന്നയക്കണം. ഇതായിരുന്നു എന്റെ 7 ജോലികൾ. ഒന്നാമത്തെ ദൗത്യമായ പാത്രം കഴുകൽ അത് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോ സംശയം. രണ്ടാമത്തെ ദൗത്യമായ ഉപ്പുമാവ് ഉണ്ടാക്കൽ ഒരു വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. മോഹനേട്ടൻ എന്നെ അവിടെ പിടിച്ചു നിർത്തി 7 വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് ഉപ്പുമാവ് കരിഞ്ഞുപോയി. ഉപ്പുമാവ് കരിഞ്ഞുപോയ നിലയ്ക്ക് മൂന്നാമത്തെ ദൗത്യമായി ഉപ്പുമാവിന് കറി ഉണ്ടാക്കൽ ഇനി ആവശ്യമില്ല. 4ാമത്തെ ദൗത്യം ചോറുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് 1 മണിക്കൂറിൽ റെഡിയാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ 5ാമത്തെ ദൗത്യമായ മീൻകറി ഉണ്ടാക്കൽ നടക്കാൻ സാധ്യതയില്ല. നന്നാക്കാനായി ഇവിടെ എടുത്തു വെച്ചിരുന്ന മീൻ പൂച്ച എടുത്തോട് പോയി. മീൻകറി ഇല്ലാത്ത നിലയ്ക്ക് സാമ്പാർ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സാമ്പാർ മാത്രം കൂട്ടി മോഹനയുടെ ഊണ് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചയൂണ് വിജയൻ ചേട്ടനെ ഹോട്ടലിൽ നിന്നാവാം. അതിനർത്ഥം 7ാമത്തെ ദൗത്യമായ ചോറ്റുപാത്രം റെഡിയാക്കൽ ആവശ്യമില്ല എന്നാണ്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ഒട്ടും ഉത്തരവാദിത്തമില്ലെന്ന്. ഈ ഉപ്പുമാവും മീനും ഇല്ലാതാക്കിയപ്പോ എത്ര രൂപയാണ് നഷ്ടം നിനക്കറിയാമോ? സാരില്ല മോഹനട്ടാ, ഒരിത്തിരി ഉപ്പുമാവ് പിന്നെ 7 മീൻ അത്രയല്ലേ പോയുള്ളൂ. പക്ഷെ 7 മീൻ പൂച്ചയ്ക്ക് കൊടുത്തിട്ടായ 7 ലക്ഷം രൂപയുടെ അറിവ് സമ്പാദിച്ചില്ലേ. ഇനിയിപ്പോ ലോകത്ത് ആരെങ്കിലും 7 എന്നൊരു വാക്ക് മിണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രഭാഷണം തന്നെ അങ്ങ് തുടങ്ങുകയല്ലേ. ഈ 7 7 7 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? 7 7 7 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമേ അല്ല. അല്ല. 7 ഒരു സാധാരണ സംഖ്യയല്ല എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമുണ്ടാവില്ല. 7 വർണ്ണങ്ങളും 7 സ്വരങ്ങളും 7 അത്ഭുതങ്ങളും ഒക്കെ കണ്ട് മലയാളികളുടെ സ്വീകരണ മുറിയിലെ നിറം പിടിപ്പിച്ച അത്ഭുത സാന്നിധ്യമായി മാറിയ കാര്യം നിസാരം ഇന്ന് 777-ാം എപ്പിസോഡ് പിന്നിട്ടിരിക്കുന്നു. ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച പ്രേക്ഷകർക്ക് 7 കോടി നന്ദി.